മഴ രാവിലെ 3 മണി മുതൽ ആരംഭിച്ചതാണ്. ഇപ്പോഴും ഒരു കുറവില്ല. ഒരു 10 മിനിറ്റ് മാത്രമാണ് മഴ മാറിയുന്നത്. പക്ഷേ പിന്നീട് അതിശക്തമായി പെയ്യുന്നു. ഇപ്പോഴും ആ മഴ തുടരുകയാണ്. കർശനമായ നിർദ്ദേശങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. എറണാകുളത്തെ സംബന്ധിച്ച് മഴക്കാലം എപ്പോഴും വലിയ ആശങ്കയുള്ളതാണ്. പ്രത്യേകിച്ച് വെള്ളക്കെട്ടുകൾ പലയിടങ്ങളിൽ രൂപപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ മഴയ്ക്ക് ഇടറോഡുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ വെള്ളം കയറിയെങ്കിലും പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തീരദേശ മേഖലയാണ് കൊച്ചിയിൽ മറ്റൊരു ആശങ്ക നിൽക്കുന്നത്. ചെല്ലാനം, കണ്ണമാലി, ഇടവനക്കാട്, ചെറായും, ഞാറക്കൽ പോലുള്ള മേഖലകളിലുള്ള ആളുകളോട് കൃത്യമായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ കടലുകയറ്റം ഉണ്ടെങ്കിൽ അടിയന്തരമായി തന്നെ അവിടുത്തെ ജനപ്രതിനിധികൾ ഇടപെട്ട് അവരെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇന്നലെ തന്നെ തുറന്നിരുന്നു. അതുകൊണ്ട് പെരിയാറിലെ ജലനിരപ്പ് കാര്യമായി തന്നെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അവിടെ പെരിയാറിന്റെ കഴിവഴിയിൽ താമസിക്കുന്ന ആളുകൾക്ക് കൃത്യമായി ജാഗ്രത നൽകിയിട്ടുണ്ട്. ആരും അനാവശ്യമായി ജലാശയങ്ങളിലേക്ക് അതിസാഹസികതയുടെ ഭാഗമായി ഇറങ്ങരുത് എന്ന കർശന നിർദ്ദേശം ജില്ലാ ഭരണകൂടവും അതോടൊപ്പം പോലീസും ഒരേപോലെ നൽകുന്നുണ്ട്. ഒപ്പം ഈ ഇരുചക്ര വാഹനം ഓടിക്കുന്ന ആളുകളോട് ഒരു പ്രത്യേക നിർദ്ദേശം നൽകാനുള്ളത്, പലയിടങ്ങളിലും ചില ഇടറോഡുകളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. റോഡുകളിൽ കുഴികളുണ്ട്. അപ്പോൾ ആ കുഴികളൊക്കെ ശ്രദ്ധിച്ചു വേണം വാഹനം ഓടിക്കാൻ, അല്ലെങ്കിൽ റോഡിൽ ഇത്തരം അപകടങ്ങളുടെ ഒരു തുടർക്കാഴ്ച ഉണ്ടാകും. അങ്ങനെ മഴ വലിയ ആശങ്കയായി മാറുന്നു. പക്ഷേ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാ മേഖലയിലുള്ള തീരദേശ മേഖലയിലും മലയോര മേഖലയിലും നഗരമേഖലയിലും ഒക്കെ ഉള്ള ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. മഴക്കെടുതികൾ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ആലുവ, കീഴ്മാട് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ വ്യാപക കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. മരം വീണ് അപകടങ്ങൾ സംഭവിക്കുന്ന കാഴ്ചയും ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള കെടുതികളൊന്നും ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു.